മലയാളി അമേരിക്കയിൽ പോയിട്ട് നമ്മുടെ ദേശീയ പതാകയും പൊക്കിപ്പിടിച്ച് നിൽക്കണം. ഓ എന്താ അല്ലേ, ഒരുപാട് നാളത്തെ ഇന്നോവേഷൻ മാസ്റ്റർ എക്സ്പീരിയൻസിലൂടെ മാത്രം ഡെവലപ്പ് ചെയ്ത ഒരു മെഷീൻ. ഇത് ഞാൻ 10 വർഷം എടുത്തു ഇതുപോലെ ഒരു 10 വർഷം അല്ലേ? കാരണം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 10 ലക്ഷം രൂപയുടെ മെഷീൻ ഉപയോഗിക്കുന്നതിന് തുല്യമായിട്ടുള്ള ചെയ്യാം. എനിക്ക് പറയാവുന്ന ഒരു ഉറപ്പെന്ന് വെച്ചാൽ ഇത് ഒരു കാലത്തും ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല, വരില്ല. ഒരാഴ്ച മുഴുവൻ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഒരു ലൂബ്രിക്കേഷൻ പോലും ആവശ്യമില്ല. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. എപ്പോഴും വ്യത്യസ്തമായ ആളുകളെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. വ്യത്യസ്ത ബിസിനസ് ആശയവും വ്യത്യസ്ത ആളുകളും. പീറ്റർ മാഷേ, ഹലോ, വളരെ സന്തോഷം. ഈ ഒരു മെഷീൻ മാഷിന്റെ സ്വന്തം ഇന്നോവേഷനിലൂടെ മാഷ് കണ്ടെത്തിയതാണ്. ഇതിന്റെ പ്രത്യേകത മാഷേ, ഇതിനകത്ത് ഒരു ഹ്യൂമൻ ബോഡിയിൽ എന്തൊക്കെ വർക്ക് വേണം, എല്ലാ ജോയിന്റ്സിനും വർക്ക് ചെയ്യുന്ന രീതിയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള എക്സസൈസുകൾ, അത് ഇൻക്ലൂഡിങ് നടത്തി വരെ. ഒരു ട്രെഡ്മില്ലിൽ നടക്കുന്നേക്കാളും കൂടുതൽ ക്രോസ് വാക്കിംഗ് എന്ന് പറയും. കൈയും കാലും ഒരേപോലെ നടക്കുന്ന, കൈ വീശി കൈ കൊണ്ട് തള്ളി നടക്കുന്ന അവസ്ഥ ഒന്ന് കാണിച്ചേ. അതൊന്നും ചെയ്യാം. മാഷ് എന്തായാലും സത്യം പറഞ്ഞാൽ ഒരു വളരെ നല്ലൊരു മനുഷ്യനാണ്. ഞാനൊരു ഓൾമോസ്റ്റ് 2 മണിക്കൂറോളമായി ഇവിടെ വന്നിട്ട്. പക്ഷെ മാഷിനോട് ഞാൻ സംസാരിച്ചിരിക്കുകയായിരുന്നു. മാഷിന്റെ കഥകൾ, ഞങ്ങൾ നല്ലൊരു സുഹൃത്തായതിനു ശേഷമാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് നടക്കുന്ന മാതിരി ചെയ്യാം, സിമ്പിളായിട്ട്. ഒരു കാർഡിയോ എക്സസൈസ് ആണ്, അല്ലെങ്കിൽ എയറോബിക് എക്സസൈസ് എന്ന് പറയാം. നടക്കുന്ന പോലെ നടക്കുന്നതിന്റെ കൂടെ കൈയും വർക്ക് ചെയ്യും. അപ്പൊ ഈ നടത്തിയിൽ ടോട്ടൽ ബോഡി വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഈ മസിലിനൊക്കെ എക്സസൈസ് ആവും അല്ലേ? ഇത് മസിലിന്റെ എക്സസൈസ് അല്ല, ഇത് ഒരു കാർഡിയോ എക്സസൈസ്. അത് പ്രായമുള്ളവർക്കും സ്ത്രീകൾക്കും ഒക്കെ ലോങ് ടൈം, ഇപ്പൊ ഒരു ടിവിയിൽ ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്നുണ്ടെങ്കിൽ എത്ര നേരം വേണമെങ്കിൽ ചെയ്യാം. എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് മാഷ് നമുക്ക് വേണ്ടി ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. ഫുള്ളായിട്ട് ചവിട്ടി നിർത്തുക. നമ്മൾ ഈ കാലിന്റെ മുട്ടിന്റെ ചുറ്റിലുള്ള ഈ മസിൽ, പൈസ് മസിലിനും മുട്ടിന് ബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ്. ഇത് എല്ലാ എക്സസൈസിനും ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയത് ഏത് അവാർഡ് കിട്ടിയപ്പോഴാണ്? നമ്മുടെ ഇന്ത്യനെ പ്രതിനിധീകരിച്ച് അമേരിക്കയിൽ പോയിട്ട് നമ്മുടെ, അതായത് എൻ്റെ ചെറുപ്പം മുതലൊരു ഡ്രീമാണ്. എനിക്ക് തോന്നുന്നു ഒരു 20 വയസ്സ് മുതൽ എൻ്റെ ഒരു സ്വപ്നമാണ് നമ്മുടെ ഇന്ത്യനെ പ്രതിനിധീകരിച്ച് ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ഫ്ലാഗ് വെച്ചിട്ട് നാഷണൽ ആന്തം വയ്ക്കാന്നുള്ളത്. അതായിരുന്നു എൻ്റെ ഡ്രീം. അത് എനിക്ക് ഒരു 23-ാമത്തെ വയസ്സിൽ ഞാൻ ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാനുള്ള എല്ലാ സിറ്റുവേഷനും വന്നാണ്. പക്ഷേ എനിക്ക് അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. അന്ന് ഞാൻ വെയിറ്റ് ലിഫ്റ്റിംഗ് ആയിരുന്നു, വെയിറ്റ് ലിഫ്റ്റിംഗ് നാഷണൽ ചാമ്പ്യൻ ആയിരുന്നു. എൻ്റെ 59-ാമത്തെ വയസ്സിൽ അമേരിക്കയിൽ കാലിഫോർണിയയിൽ വെച്ചിട്ട്, പണ്ട് എനിക്ക് ഒളിമ്പിക്സ് മിസ്സായ അതേ സ്ഥലത്ത്, അതേ കാലിഫോർണിയ തന്നെ വെച്ചിട്ട് ഞാൻ വേൾഡ് ഗോൾഡ് മെഡൽ വന്നു. നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് പോയ ഇന്ത്യയിൽ വെച്ചിട്ട് ഇന്ത്യയുടെ നാഷണൽ ആന്തം വെച്ചു, ഇന്ത്യയുടെ ഫ്ലാഗ് ഫുൾ സ്റ്റേജ് ഇന്ത്യയുടെ ഫ്ലാഗ് വെച്ചു. അതായിരുന്നു ഞാൻ ഈ 59 വർഷം അല്ലെങ്കിൽ 46 വർഷത്തോളം സ്പോർട്സ് ചെയ്തതിൽ എൻ്റെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ്. എൻ്റെ ഒരുപാട് നാളത്തെ ഇന്നോവേഷൻ മാസ്റ്റർ എക്സ്പീരിയൻസിലൂടെ മാത്രം ഡെവലപ്പ് ചെയ്ത ഒരു മെഷീൻ. ഇത് ഞാൻ 10 വർഷം എടുത്തു. ഇതുപോലെ 10 വർഷം അല്ലേ? അതായത് എനിക്കൊരു ഫിറ്റ്നസ് എക്യുപ്മെന്റ്സിന്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. അത് ഞാൻ 10-15 വർഷം നടത്തിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ അവിടെ വരുന്ന പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ആ മെഷീൻ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പിറ്റേ ദിവസം തന്നെ രാവിലെ എക്സസൈസ് ചെയ്യാൻ നേരത്ത് അവരെന്നെ കംപ്ലൈന്റ് ആയിട്ട് വിളിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ കൂടി വന്നാൽ 6 മാസം കഴിഞ്ഞ് കംപ്ലൈന്റ് ആവും. കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അത് മെക്കാനിക്കിന് കിട്ടാൻ ബുദ്ധിമുട്ട്. വൺസ് അത് സർവീസ് ചെയ്താൽ തന്നെ തിരിച്ച് എപ്പോഴും കംപ്ലൈന്റ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഇട്ടു. അതായത് ഒരിക്കലും കംപ്ലൈന്റ് വരാത്ത, എന്നാൽ ഒറ്റ മെഷീനിൽ ഹോൾ ബോഡി എല്ലാ മസിലുകളെയും വർക്ക് ചെയ്യണം.
അതായത് വർക്ക് എക്സസൈസ് എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇത്രയും കാലം കൊണ്ട് മനസ്സിലാക്കിയത് നടത്തി മാത്രമല്ല, നടത്തി വളരെ ലഘുവായിട്ടുള്ള എക്സസൈസ് ആണ്. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ മസിലുകളും വർക്ക് ചെയ്യണം. ഷോൾഡറും ബൈസെപ്സും ട്രൈസെപ്സും കാലും നടുവും ചെസ്റ്റും ഒക്കെ വർക്ക് ചെയ്യണം. കാരണം ഇതെല്ലാം മസിലുകളാണ്. ഈ മസിലുകൾ എല്ലാ മനുഷ്യനും ഇതൊരു ബോഡി ബിൽഡിംഗ് എന്നുള്ള ആ പേരല്ല അതിന് ഉചിതമായത്. അതായത് എല്ലാ മസിലുകളെയും വർക്ക് ചെയ്യിച്ചാലാണ് ഫിറ്റ്നസ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ ജോയിൻസ് എല്ലാം വീക്കായി പോകും. നമുക്ക് അവിടെ വേദന വരും, നടുവേദന വരും, തോളുവേദന വരും, കഴുത്തുവേദന വരും. ഇതൊക്കെ വരുന്നതിന്റെ കാരണം നമ്മൾ ആ ജോയിൻസിന്റെ ചുറ്റിലുള്ള മസിലുകൾ വർക്ക് ചെയ്യുന്നില്ല. അതിനെ വർക്ക് ചെയ്യിക്കാനുള്ള ഒരു മെത്തേഡ് ഒരു 1000 സ്ക്വയർ ഫീറ്റിൽ ഒരു 10 ലക്ഷം രൂപ മുടക്കി ഇടുന്ന ഒരു ജിമ്മിൽ ചെയ്യാവുന്ന എല്ലാ വർക്കൗട്ടും ഈ ഒരു മെഷീനിലേക്ക് ക്രോഡീകരിച്ചു എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് ചെയ്ത സംഭവം.